ഹലോ ഹായ്. എളുപ്പത്തിൽ നമുക്ക് ഇറച്ചിച്ചോറ് വെച്ചാലോ വീട്ടിൽ. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പല സൗണ്ടും കേൾക്കും കേട്ടോ, അതൊന്നും ശ്രദ്ധിക്കേണ്ട. അപ്പം ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മസാലാസൊക്കെ ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചിക്കനും വെള്ളവും കൂടി, റൈസിനുള്ള വെള്ളവും കൂടി ആഡ് ചെയ്തിട്ടാട്ടോ ഞാൻ റൈസിനുള്ള വെള്ളവും കൂടി ആഡ് ചെയ്ത് വെക്കുക ചെയ്തിരിക്കുന്നത്. അപ്പം വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാനിങ്ങനെ പറയുന്നതിനേക്കാളും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാത്തിൻ്റെയും ഫ്ലേവർ ഒരുമിച്ച് കയറുമ്പോഴാണല്ലോ റൈസിനൊക്കെ നല്ല ഫ്ലേവർ കയറുന്നത്. അപ്പം അങ്ങനെ കേട്ടോ ഞാൻ ചെയ്യാറ്. ഇപ്പം റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണെങ്കിൽ നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ, ചോറിന് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അധികം മസാലാസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം സിമ്പിളായിട്ട് വെച്ചൊരു ചോറാണ്. അങ്ങനെ കേട്ടോ ഞാൻ വീഡിയോസ് എടുത്തത്. അപ്പോൾ പിന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു ഹാഫ് വേവ് ആവതിന് ശേഷം റൈസും ചിക്കനൊക്കെ ഒരു ഹാഫ് വേവ് ആവതിന് ശേഷമാണ് ഞാൻ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് മൂടിക്കൊടുത്തു. ഇത് ഏകദേശം റെഡിയായി കേട്ടോ. ഇനി ഒരു 10-15 മിനിറ്റും കൂടി എന്നുള്ള ലെവലിലാണ് കേട്ടോ നമ്മൾ റൈസ് ഇരിക്കുന്നത്. ഇതേ നോക്കിയേ, അടിപൊളിയല്ലേ, കണ്ടാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ലേ ചോറ്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. സിമ്പിളായിട്ട് വീട്ടിൽ വെക്കാം കേട്ടോ. നമുക്ക് ബായ്. ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.